വിഷ്ണു തലവൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഇവിടെ SFIOയോട് കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന അധികാര പരിധികൾക്കെല്ലാം മുകളിലാണോ? കോടതിക്ക് നിങ്ങൾ ഉറപ്പ് നൽകിയിരുന്നില്ലേ കേസിൽ തുടർ നടപടികൾ ജൂലൈയിൽ വാദം കേൾക്കുന്നതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടാകില്ല എന്ന്? അത് ഏത് തരത്തിൽ ലംഘിക്കപ്പെട്ടു എന്ന ചോദ്യമാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ദില്ലി ഹൈക്കോടതി SFIയോട് ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, തീർച്ചയായിട്ടും ഈ SFIക്കെതിരെ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് CMRL നേരത്തെ തന്നെ ദില്ലി ഹൈക്കോടതിയിൽ SFIയുടെ നടപടികൾ റദ്ദാക്കണമെന്ന് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അതിൽ വാദം കേട്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ അന്തിമ വാദം കേൾക്കുന്നത് വരെ തുടർ നടപടികൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം SFIക്ക് കൃത്യമായി തന്നെ ഹൈക്കോടതി നൽകുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം പാലിക്കാൻ SFIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് നിലവിൽ ഈ കേസിൽ SFIO തുടർ നടപടികൾ, പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകില്ല എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിക്കാൻ SFIക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റപത്രം നൽകില്ല എന്ന ഉറപ്പ് എന്തുകൊണ്ട് SFIക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇപ്പോൾ SFIയോട് കേന്ദ്ര സർക്കാരിനോടക്കം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും SFI അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി, SFIക്ക് തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം CMRL കൃത്യമായി തന്നെ SFIയുടെ നടപടി അവസാനിപ്പിക്കണമെന്നതാണ്. കാരണം ഇപ്പോൾ ഈ CMRLുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ആദ്യത്തെ പ്രധാന വിഷയമെന്ന് പറയുന്നത് SFIയുടെ പരിധിയിൽ വരുന്ന പ്രശ്നമല്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നടപടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും SFIO ഈ കുറ്റപത്രം അടക്കം നൽകില്ല, അല്ലെങ്കിൽ തുടർ നടപടി ഇപ്പോൾ അന്തിമവാദം തീരുന്നതുവരെ തുടർ നടപടി സ്വീകരിക്കില്ല എന്ന ഒരു ഉറപ്പാണ് SFIക്ക് പാലിക്കാൻ കഴിയാതെ പോയത്. അതാണിപ്പോൾ ദില്ലി ഹൈക്കോടതി കൃത്യമായി തന്നെ ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോടക്കമാണ് ഈ കാര്യം ചോദിച്ചിരിക്കുന്നത്. മനു.